ഗുഡ് മോർണിംഗ്. അടിപൊളി മഴ അല്ലേ? ഇന്നലെ രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മഴയത്ത് കുളിച്ച് നിൽക്കുന്നതിൻ്റെ കൊച്ചു കൃഷി നിങ്ങൾക്ക് കാണിച്ചു തരാം. വെണ്ടയ്ക്ക് ഞാൻ വിചാരിച്ചേക്കാൾ നല്ല രസമായിട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട് നിൽക്കണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് മറ്റേ ഇതിൻ്റെ വെണ്ട വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് ഉരുവണ്ടയാണ്, എന്താ പറയുക, മംഗലാപുരം ഉരുവണ്ട വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കൻ കുക്കുമ്പർ തന്നിട്ടുണ്ടായിരുന്നു. വെണ്ടയുടെ കൈ വിടും നമ്മളെ ശ്രീലങ്കൻ കുക്കുമ്പർ കേട്ടോ. അടിപൊളിയല്ലേ? കണ്ടില്ലേ? നല്ല വലിപ്പം ഒരു സാധനം, ശരിക്കും വെള്ളരിക്ക മാതിരി വരും. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കറുമുറാമല. ഇതിപ്പോൾ ഈ കളർ ഇതിൻ്റെ ഇങ്ങനെയാണ് വരിക കേട്ടോ. പച്ചയിൽ നിന്ന് മാറുക ചെയ്യും കളറിലേക്ക്. ഇത് തൂക്കം കണ്ടു കഴിഞ്ഞാൽ അത് ഞെട്ടും. സാധാരണ മാതിരില്ല അതിന്. കണ്ടില്ലേ? ഇത് തൂക്കം നോക്കിയപ്പോൾ ഒരു കുക്കുംബറിന് വരുന്നുണ്ട് ഏകദേശം ഒരു 700 ചില്ലാനും ഗ്രാം വരുന്നുണ്ട്. 1-2 കിലോ കേട്ടോ. 703 ഗ്രാം. അസാധ്യ സാധനം അത്. മറ്റത് 650 ഗ്രാം. പിന്നത്തെ വിശേഷം ഇതാണ് എൻ്റെ കയ്പ, വേനൽക്കാല കയ്പ കൃഷി. ഇതിങ്ങനെ എയർ ടൈപ്പ് പന്തലുണ്ടായി. കാരണം 4 മുളം കൂടെ എയർ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് പിടിക്കുകയൊന്നും വേണ്ട. ഞെടിയൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഓല 2 കഷ്ണം ഓല വയ്ക്കും. കാരണം നമ്മൾ ആദ്യം തന്നെ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ടാണ്. പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി ഏകദേശം ഒരു 60 സെൻറ്റി 2 അടി കുഴി ഉണ്ടായിരുന്നു. അതിൽ മിക്സ് നിറച്ച് അതിൻ്റെ സെൻറ്ററിൽ ഇപ്പം തന്നെ ഈ ഓല കൊണ്ടുള്ള ഈ ഞെടിയിനെ വെച്ചു. അല്ലെങ്കിൽ എന്നറിയാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തി മാന്തുമ്പോൾ ചെടിയെ ബാധിക്കും. ഇതാകുമ്പോൾ ഇതുമ്പോൾ കയ്യോടെ ഒരു കയറിപ്പോകുള്ളൂ ഇങ്ങനെ മുകളിലേക്ക്. ഇതൊക്കെയുണ്ട്. ഇത് എയർ ടൈപ്പ് പന്തല, ഏറ്റവും ചിലവ് കുറഞ്ഞ പന്തൽ എന്ന് പറയാം. 2 എയർ ടൈപ്പ് ഉണ്ടാക്കി മുകളിൽ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, വലിയ കുത്തൽ പിടിക്കുന്നൊന്നുമില്ലാണ്ട് പന്തലായി. അപ്പം അങ്ങനെയുണ്ട് ഒരു കാര്യം. ഓക്കെ, നന്നായിട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? ഇപ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. കാരണം ഇതിന് മുകളിൽ 2 ഓല ഇടും, അത്രയുള്ള വേറെ ഒന്നുമില്ല. ഓല നൈസായിട്ട്, കാരണം വലിയ തണൽ പാറില്ലേ, കയ്പയല്ലേ, നല്ല വെയിൽ വേണ്ടേ. ശക്തമായ വെയിൽ വരികയാണെങ്കിൽ ഒരു ചെറിയ തടയ്ക്ക് വേണ്ടി, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷം കേട്ടോ.